ജോണിപ്പോൾ അഭിനയമുണ്ട്, പിന്നെ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. പിന്നെ ഇപ്പോൾ ആക്ടറായിട്ട് നമുക്ക് പണി തന്നിട്ടുണ്ട്. പിന്നെ ബൈബിളിലൊരു വചനമുണ്ട്, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സെറ്റിലൊക്കെ വിശ്രമവേള ആന്തരാക്കാൻ അശോകേട്ടൻ പാടാറുണ്ട്. ഭാസ്കരമായിട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ട്, അതിലാണ് എൻ്റെ ഒരു പ്രശ്നം. ക്രിക്കറ്റിൻ്റെ സകല കാര്യങ്ങളും ഇപ്പോഴും ഭയങ്കര സച്ചിൻ ഫാനാണ്. ക്രിക്കറ്റുകളി വീണ്ടും കാണാൻ തുടങ്ങിയത് സഞ്ജു വന്നതിന് ശേഷം. അത് കണ്ട് ഫഹദ് ഫാസിൽ പേടിച്ചൊരു കഥ ശരിക്കും ഉള്ളതാണ്. അതെന്നുള്ളതാണ്. ബാബുവായിട്ട് അഭിനയിക്കുന്ന ബാബുവിൻ്റെ ആദ്യത്തെ സിനിമ ചിലമ്പാണ്. അതിനകത്ത് ഞങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ബാബുചേട്ടൻ ശരിക്കും ഇപ്പോഴത്തെ കുറെ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് കഥയൊക്കെ പറയുള്ളൂ, നറേറ്റീവുകൾ. ഇപ്പൊ RDX ഒക്കെ നാസ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു പഴയ ബാബു ആന്റണി ഫാൻ ബോയ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അവര് വന്ന് കഥ പറയുമ്പോൾ. തീർച്ചയായിട്ടും അത് പറഞ്ഞുകൊണ്ടാണ് അവർ കഥ പറയുന്നത്. ജോൺ ചേട്ടൻ എങ്ങനെയാ സെറ്റിലെ വൈബ് പൊതുവെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്? ഞാനോ ഈ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ ചില നടന്മാർ വരെ ഇപ്പം സംവിധാനം ചെയ്താലേ എന്തോ സർവഞ്ച വീടം കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ. നിസ്സാര ജോബല്ല. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ജോൺ ചേട്ടൻ, ബാബു ചേട്ടൻ, അശോകേട്ടൻ ആൻഡ് വേദ. 4 പേർക്കും വെൽക്കം. April 19 കേക്ക് സ്റ്റോറി എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത്. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പി പേഴ്സൺ ആണല്ലോ. നമ്മള് ഹാപ്പിനെസ് ഉള്ള അടുത്താണല്ലോ നമ്മൾ കേക്ക് കെട്ടിയ. നിങ്ങൾക്ക് ശരിക്കും ചെറുപ്പം മുതലേ ഉള്ളതിലൊരു ഓർത്തിരിക്കുന്ന ഒരു കേക്ക് മെമ്മറി എന്താ ശരിക്കും? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പറയാനുള്ളത്. ഞാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്. അപ്പോൾ അന്ന് ഈ കേക്കിൻ്റെ മുകളിൽ മറ്റേ ഇതൊക്കെ ഐസിങ് ഒക്കെ സംഭവമുണ്ടല്ലോ, ഇത് തന്നെയാണ് ഏറ്റവും കൊതി. അതിനാണ് കേക്ക് കഴിക്കുന്നത്. പഞ്ചസാരയൊക്കെ സംഭവം കുഴപ്പമെന്നുള്ളത് നമുക്ക് പക്ഷേ എന്നാലും ശരി, അന്ന് അപ്പോൾ ഇന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ പറയാവുന്ന. പക്ഷേ ഇത് ഭയങ്കര രുചിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് ഫ്ലേവറുള്ള കേക്കുണ്ടല്ലോ ഇഷ്ടം പോലെ. അത് ഓരോ ഭയങ്കര പലതരത്തിലുള്ള ഭംഗിയുള്ള കേക്കുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ കേക്ക് സ്റ്റോറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്ത്. അപ്പോൾ ഈ കേക്കുകൾ കണ്ടാൽ ഇത് ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ സ്ക്രിപ്റ്റ് പറയട്ടെ. കേക്ക് മെമ്മറി എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉള്ളത് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഭയങ്കര ബട്ടർ സ്കോച്ച് കേക്ക്. അതിൻ്റെ ഫ്ലേവർ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും പെട്ടെന്ന് ഓർക്കുമ്പോൾ ചില ഫ്ലേവേഴ്സ് നമുക്ക് നാവിലേക്ക് വരികയെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോഴും ഓർമ്മയുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. പിന്നെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയുന്നത് കേക്ക് സ്റ്റോറി തന്നെയാണ്. ഇപ്പൊ കേക്ക് എന്ന് കേൾക്കുമ്പോൾ കേക്ക് സ്റ്റോറി തന്നെയാണ് മൈൻഡിലേക്ക് വരുന്നത്. ബാബുചേട്ടനുണ്ടോ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ട് ഷുഗർ കട്ട്? കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വായിൽ എപ്പോഴും വെള്ളം ഊറുന്ന ഒരു സംഭവമാണ് കേക്ക്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് രാജാവാണല്ലോ കേക്ക് എന്ന് പറയുന്നത്. സ്വീറ്റ്സിൻ്റെ രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഒരുപാട് മെമ്മറികളുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാ ഫംഗ്ഷനും. അപ്പം ഈ കേക്ക് സ്റ്റോറി അതുപോലെ തന്നെ മനോഹരമായ ഒരു സിനിമയായിരിക്കും. വളരെ എന്താ പറയുന്നത്, ഒരു ബേസിക്കലി ഇതിനൊരു ലവ് സ്റ്റോറി ഉണ്ട്. ബേസിക്കലി ആ ലവ് സ്റ്റോറി എന്നല്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ കേക്കിൻ്റെ സംഭവം ഉരുത്തിരിഞ്ഞ് വരുന്നത്. 2 ജനറേഷൻ തമ്മിലുള്ള, പിന്നെ ചില 2 കേക്ക് ഫാക്ടറികൾ തമ്മിലുള്ള കിടമത്സരം, പിന്നെ കുറേ വ്യക്തിബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു സിനിമയായിരിക്കും. നമ്മൾ പണ്ട് ചോക്ലേറ്റ് അല്ലെ ചൊക്കളായിട്ട് എന്നൊക്കെ പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചോക്ലേറ്റിനെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമയാണെന്ന് തോന്നുന്നു. അതല്ല, പക്ഷെ ഇതിൻ്റെ വേറൊരു വേരിയേഷൻ വളരെ മനോഹരമായിട്ട് അത് സുനിൽ എടുത്തിട്ടുണ്ട്. സുനിൽ ഞാനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാന്ധാരി, ചന്ത, ഭരണകൂടം അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം വെരി ഗുഡ് ടെക്നീഷ്യൻ. സന്തോഷമുണ്ട് വേദയുടെ ഒരു വരവിതിലേക്ക് സ്ക്രിപ്റ്റ് റൈറ്ററും ആക്ടേഴ്സുമായിട്ട്. ഇറ്റ് വിൽ ബി എ വെരി പോയറ്റിക് ഫിലിം, വെരി ഡിഫറെൻറ്റ് ഫിലിം, ഫീൽ ഗുഡ് പ്ലസ് ലോട്ട് ഓഫ് ഫീലിങ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം കേക്കിൻ്റെ മെമ്മറിയിൽ കൂടി ഇത് നമ്മളത് ആസ്വദിക്കുകയാണ്. ഈ നിങ്ങൾ 3 പേരും എപ്പോഴാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നൊക്കെ? അശോകേട്ടനും ബാബുചേട്ടനും ജോൺ ചേട്ടനൊക്കെ? ഞങ്ങള് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. 90കൾ മുതൽ 80കൾ 90കൾ. അപ്പോൾ ഞാൻ ബാബുവായിട്ട് അഭിനയിക്കുന്ന ബാബുവിൻ്റെ ആദ്യത്തെ സിനിമ ചിലമ്പാണ്. അതിനകത്ത് ഞങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അന്ന് പോലാണ് ബാബു ആന്റണിയായിട്ടുള്ള പരിചയം. പിന്നെ പ്രണാമം, അങ്ങനെ ഒരുപാട് സിനിമകൾ. അതുപോലെ തന്നെ പിന്നെ ജോണി ആന്റണിയായിട്ടാണ് തന്നെ 90കളിൽ ആദ്യം പോലെ. അന്ന് ജോണി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ആദ്യമായിട്ട് വന്ന സിനിമ കാസർഗോഡ് കാതർപ്പയൊക്കെ. പിന്നീട് ജോണി പിന്നെ വളരെ പോപ്പുലർ ഡയറക്ടറായി. പിന്നെ ഭാഗ്യവശാൽ ഞങ്ങളൊന്നും വിളിച്ചില്ല, ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇപ്പോൾ ആക്ടറായിട്ട് നമുക്ക് പണി തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ തരത്തിലും പണിയാണ്. പക്ഷെ അല്ല, ഇവരെല്ലാം ഞാൻ പറയുന്നത് എല്ലാവരും അവരവരുടെ രീതിയിൽ വളരെ നല്ല പൊസിഷനിലേക്കായി. 2 പേരും. ജോണിപ്പോൾ അഭിനയമുണ്ട്, പിന്നെ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. അതന്നെ ബാബുവിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഇത് ന്യൂ ഫേസ് അല്ലേ, അപ്കമിങ് അല്ലേ. അല്ലെ, ഈ കേക്ക് സ്റ്റോറി പറയുമ്പോൾ കേക്കിനകത്തുള്ളതെന്ന് പറയുന്നത് നമുക്കെല്ലാം ഏത് കാര്യം ലൈഫിൽ പറയുന്നത് നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയും അല്ലേ.
ഒരു സന്തോഷം വരുമ്പം ഒരു 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 കല്യാണത്തിന് മുമ്പുള്ള സന്തോഷമാണ്, ബാച്ചിലേഴ്സ് പാർട്ടി ആണെങ്കിലും പിറന്നാളാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാടൊക്കെ ജോലി കിട്ടി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആൾ ജയിച്ചു, മറ്റേ അങ്ങനെയൊക്കെ പുതിയൊരു സംരംഭം തന്നെ നമുക്കൊരു എല്ലാം ഒരു കേക്ക്, നമുക്കൊരു കേക്ക് കെട്ടിയാന്ന് പറയും. ഇപ്പൊ സാഡ് ഒക്കേഷനും പോകുന്നുണ്ട്, അങ്ങനെ ഡിവോഴ്സ് പോകുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ ലോജിക് വൈസ് നമുക്കൊണ്ട് തെറ്റാണ്, പാടില്ല. പക്ഷെ കേക്കിൻ്റെ പ്രാധാന്യങ്ങളിലൊന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അതൊക്കെയാണ്. അപ്പം കേക്കിൻ്റെ പ്രാധാന്യം ഈ സിനിമയിൽ അതുപോലൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഈ ബാബുചേട്ടൻ ശരിക്കും ഇപ്പോഴത്തെ കുറെ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് കഥയൊക്കെ പറയുള്ളൂ, നറേറ്റീവുകൾ. ഇപ്പൊ RDX ഒക്കെ നാസ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു പഴയ ബാബു ആന്റണി ഫാൻ ബോയ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അവര് വന്ന് കഥ പറയുമ്പോ. തീർച്ചയായിട്ടും അത് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് അത് പറയുന്നത്. പഴയ ഫാനാണ്, ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ നോസ്റ്റോളജി ഒക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും RDX എന്ന സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസ് മറ്റുള്ളവർക്കും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ വന്ന് അടിക്കാൻ വരുമ്പോൾ ഹീറോസ് വരുന്നതും ആ ഒരു നമ്മുടെ പഴയ സിനിമകളുടെ ഒരുപാട് ഷെയ്ഡ്സ് RDXനകത്ത്. ഇപ്പോൾ ഈ പുതിയ ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ തമിഴിലാണെങ്കിലും അവർ ഇപ്പോൾ ഉള്ള ഫേമസ് ഡയറക്ടേഴ്സൊക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. തമിഴിന്ന് ലേറ്റസ്റ്റ്ലി ഓഫർ ഒക്കെ വരുമ്പോ ആ റെഫറൻസ് പറയാറുണ്ട് പടത്തിന്റെ ഒക്കെ. എല്ലാവരും പറയാറുണ്ട്. ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഈയിടെ പിന്നെ യോഗി ബാബു എൻ്റെ കൂടെ അഭിനയിച്ച പുള്ളി പറഞ്ഞു അന്ത പൂഴി വാസില്ല, അയ്യോ അയാൾ പേടിച്ചു പോയെന്ന് പറഞ്ഞു. അത് കണ്ട് ഫഹദ് ഫാസിൽ പേടിച്ചൊരു കഥ ശരിക്കും ഉള്ളതാണ്. അതെന്നുള്ളതാണ് ചെറുപ്പത്തില്. ഈ ശരിക്കും ഈ അശോകേട്ടന്റെ പാട്ടുകാരനാവാൻ വേണ്ടി ആണല്ലോ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചത്. ഈ സെറ്റിലൊക്കെ വിശ്രമങ്ങളെല്ലാം ആണ്ടവരാക്കാൻ അശോകേട്ടൻ പാടാറുണ്ട്. പാടും. വളരെ പറഞ്ഞാൽ നമുക്ക് പാട്ടിനോട് ഇഷ്ടപ്പെടുന്ന തോന്നുന്ന അങ്ങനെ ഒരു സദസ്സ് വരുമ്പോൾ സിനിമയിൽ ഒരുപാട് പാട്ട് ഇഷ്ടപ്പെടുന്നവരും പാട്ടുകാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് സദസ്സിലൊക്കെ ഞങ്ങൾ പാട്ട് പാടാറുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പലപ്പോഴും പാടാറ്, പല സെറ്റുകളിലും അങ്ങനെ പാടാറുണ്ട്. ജോൺ ചേട്ടൻ എങ്ങനെയാ സെറ്റിലെ വൈബ് പൊതുവെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്? ഞാനോ എന്തെങ്കിലും തമാശ കിട്ടണം പറഞ്ഞു മറ്റുള്ളവരെ ഈ പറയുന്ന എന്തെങ്കിലും ഐറ്റംസ് ആരെങ്കിലും തരും, അപ്പൊ അതേ പിടിച്ചങ്ങ് കയറും. ഈ ഡയറക്റ്റ് ചെയ്യുമ്പോ എങ്ങനെയാ അപ്പൊ കുറച്ചുകൂടെ? ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസാ. പിന്നെ സീരിയസ് ഞാൻ അപ്പം ചൂടാകുന്ന സമയത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തമാശയൊക്കെ പറഞ്ഞ് വീണ്ടും ആ വഴിയിലേക്ക് വരും. പക്ഷേ സംവിധാനത്തെ നമ്മളൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് അവനൊരു അഭിനയം നിസ്സാരമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അഭിനയം കുറച്ചുകൂടെ ഫ്രീ ആണ് നമ്മൾ. കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ക്യാപ്റ്റനുണ്ട്, അദ്ദേഹം പറയുന്ന പോലെ അഭിനയിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിനും കെട്ടിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ടൈമാണല്ലോ ഒരു ആക്ടർ എന്ന് പറയുന്നത്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അതൊരു എൻജോയ് ചെയ്യാൻ പറ്റും, കുറേ കൂടെ ആക്ടിങ് എൻജോയ് ചെയ്യാൻ. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ വേറൊരു അധ്വാനത്തിൽ നിന്നും എല്ലാവരെയും കൂടെ നമ്മൾ സിനിമ ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ചൊരു സീൻ എടുത്തു, നമ്മൾ മനസ്സിൽ കണ്ടവരെ എടുക്കാൻ പറ്റി, അത് കട്ട് ചെയ്ത് വന്നപ്പോൾ രസമായിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചതിൽ നന്നായി എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറൊരു ലഹരിയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഈ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ ചില നടന്മാർ വരെ ഇപ്പം സംവിധാനം ചെയ്താലേ എന്തോ സർവജ്ഞപീഠം കിട്ടുള്ളൂ എന്നുള്ളൊരു വിധാനമുണ്ട്. പക്ഷെ നിസ്സാര ഒരു ജോബ് അല്ല അത്. ഇത്രയും പേരൊക്കെ ഓർത്തെടുക്കുക, പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങുക, ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കുക, എല്ലാറ്റിലും ഉപരിയായി നല്ലൊരു കഥ കണ്ടെത്തുക, വലിയ ശ്രമകരമായ ദൗത്യമാണ്. പിന്നെ ചെയ്തിട്ട് ഓടിയില്ലേ തിരിച്ച് നമ്മൾ നടനായിട്ട് വരുമ്പോൾ എന്തായി എന്നും ചോദിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ പണ്ട് 2-3 ഹിറ്റുകളുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ പേര് പിടിച്ചിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ പടം ചെയ്യാൻ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തൊരു സെറ്റിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ആ ഡയറക്ടർക്ക് തോന്നും ചെയ്തിട്ട് വന്നേക്കുന്നു. പക്ഷേ ജോണി ചെയ്ത സിനിമ ഭൂരിഭാഗം ഹിറ്റാണ്. ഞാൻ വിജയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് എപ്പോഴും വിജയമല്ലല്ലോ. നമ്മളിപ്പോഴും ഇപ്പം ഏത് സിനിമയും നമ്മൾ രണ്ടും കാണണമല്ലോ. നമ്മൾ എത്രയോ എല്ലാവരും പ്രതീക്ഷയോടെ അല്ലേ സിനിമ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കേക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, വളരെ എനിക്ക് എന്തായിട്ട് പറഞ്ഞതല്ല, ഒരു അച്ചടക്കം ഉള്ളൊരു സിനിമയാണ് കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇതിനകത്ത് പ്രണയമുണ്ട്, പ്രണയത്തിൻ്റെ സിമ്പിളാണ് ഈ കേക്ക്. കേക്ക് കഥ പറയുന്നത് ഒരു പ്രണയത്തിൻ്റെ കഥയാണ്, ഒരു കൂട്ടായ്മയുടെ കഥയാണ്, ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ഇത് അതിനകത്ത് ചെറിയ കുഞ്ഞ് കേക്കൊക്കെ ആവശ്യപ്പെടുന്നവരുള്ള കുഞ്ഞു മത്സരങ്ങൾ വരുന്നുണ്ട് ചില ക്യാരക്ടേഴ്സൊക്കെ തമ്മിൽ. പക്ഷേ ആത്യന്തികമായിട്ട് ഈ സിനിമ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. രസകരമായിട്ടുണ്ട്. ഇപ്പോൾ അശോകൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു, അശോകൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു അശോകൻ്റെ ആ ടൈമിൽ അശോകനെ പോലെ നല്ല നല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് വേറെ ആരും കാണുക. ഇതിൽ അശോകന് കിട്ടിയിരിക്കുന്ന ക്യാരക്ടറും നല്ലൊരു അടക്കം വന്ന് അശോകൻ വളരെ കയ്യിൽ നന്നായിട്ട് ഒതുങ്ങി അത് ചെയ്തിട്ടുണ്ട്. ബാബുവേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ അഭിനയിച്ച് പോരുന്നവരെ എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിലർ കണ്ടപ്പോൾ ബാബുവേട്ടൻ എന്ന് പറയും. ബാബുവേട്ടൻ ഇതിനകത്ത് വരുന്നത്
ഒരു സ്ഥിരം ബാബു ആൻ്റണി ആ ഒരു ഇതിലല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം. അതൊരു പുതുമയുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു സുനിൽ സിനിമ ഒരു അറിയാലോ, നമ്മൾ അദ്ദേഹം ചെയ്ത സിനിമകൾ നമുക്കറിയാം. മാനത്തെ കൊട്ടാരം, മലയാളി ചരിതമ്പ്രാക്കൾ, ഗാന്ധാരി, ഭരണകൂടം, ചന്ത, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്. പ്രിയപ്പെട്ട കുക്കു. അപ്പം ആ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മകളുടെ തിരക്കഥയിൽ ചെയ്യുന്ന ഒരു സ്വീറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ത്രില്ലറുകൾ, വയലൻസ്, അങ്ങനെയൊക്കെ ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യത്തിന് ചെയ്യണം. അതിനിടയ്ക്ക് നമുക്കൊരു റിലാക്സ് എന്ന് പറയില്ല. അതിനിടയ്ക്ക് കുറേ മറ്റേ മട്ടനും ചിക്കനും മറ്റതും മറിച്ചതും എല്ലാം കൂടെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കേക്ക് എടുത്ത് ഉള്ളല്ലോ, ആ ഒരു സാധനം ഇതിനകത്ത് കിട്ടും. അതിന് കുഴപ്പമുണ്ട്. ബാബുച്ചേട്ടൻ എങ്ങനെയാ ശരിക്കും ലാസ്റ്റ് മൂമെന്റ് ആണോ ശരിക്കും വന്നെ ഒരു സിനിമയിലേക്ക്? അല്ല സുനിൽ ഞാനുമായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് വേറൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ കഥ പ്ലാൻ ചെയ്യുമ്പോൾ സുനിൽ എന്നെ വിളിക്കാറുണ്ട്. ആദ്യം തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പല ഇതിൽ തന്നെ വേറൊരു കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഡിസ്കഷനിൽ കൂടി ഉരുത്തിരിഞ്ഞാണ് ഞാനും സുനിലായിട്ടുള്ള പടങ്ങൾ ഉണ്ടാകാറ്. അപ്പൊ അങ്ങനെ പെട്ടെന്നുള്ള സംഭവിച്ചതല്ല ശരിക്കും. ഈ ഒരേപോലെ കഥാപാത്രങ്ങൾ വരുമ്പോഴേ ഇപ്പൊ അശോകൻ തന്നെ പറഞ്ഞു, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നുണ്ട്. ശരിക്കും ബാബുച്ചേട്ടൻ്റെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ എപ്പോഴും ആ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എപ്പോഴും അന്വേഷിക്കാറുണ്ട് കഥ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ? തീർച്ചയായിട്ടും ലോജിക്ക് നമ്മൾ നോക്കണമല്ലോ. അതുപോലെ തന്നെ ടൈപ്പ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വൈശാലിയിലെ ഒരു കഥാപാത്രം അത് വേറൊരു സംഭവമാണ്. പിന്നെ കേക്ക് സ്റ്റോറിയിലെ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. ചന്തയിലെ വ്യത്യാസമുണ്ട്, നാടോടിയിലെ വ്യത്യാസമുണ്ട്, അപരാഹ്നം, ശയനം, പിന്നെ അങ്ങനെ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. പിന്നെ ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമുല ഉണ്ടാവും. ഒരു റിവെഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെയും അതിനകത്ത് വന്നു കൂടിയാലേ നമുക്ക് ആക്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് അങ്ങനെയുള്ള സിനിമ വരുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു മൊണോട്ടണി അല്ലെങ്കിൽ ഒരു ടൈപ്പ് കാസ്റ്റ് എന്നുള്ളൊരു ഫീൽ വരാറുണ്ട്. പക്ഷെ കേക്ക് സ്റ്റോറിൽ നമ്മൾ വരുമ്പോൾ ഇത് ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സംഭവം സിമ്പിളാണ്, പക്ഷെ ഇത് ഇവരെന്നോട് പറഞ്ഞപ്പം എനിക്ക് പിടികിട്ടി. സംഭവം ഇച്ചിരി, അതായത് വളരെ പോക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വെറുതെ വന്ന് പെർഫോം ചെയ്ത് പോകുന്ന ഒരു സംഭവമല്ല. ഈ മൊത്തം ഈ സാധനത്തിനെ പിടിച്ച് കുലുക്കുന്ന, ഈ കഥയെ പിടിച്ച് കുലുക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അത് തോന്നുന്നു. കാരണം ആ ഒരു കഥാപാത്രം വരുമ്പോഴാണ് ഈ കംപ്ലീറ്റ് സമാധാനം പോകുന്നത്. അല്ലേ? അതൊരു കാരണത്തിന്, പുള്ളിക്കൊരു കാരണമുണ്ട്. പുള്ളിയുടെ സംഭവങ്ങൾ, പുള്ളിയുടെ കേക്കാണ് ലോകത്തിലായിരുന്നു നല്ല കേക്കെന്ന് തെളിയിക്കണം. അതുപോലെ ആരെങ്കിലും നല്ല കേക്ക് മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പുള്ളി വശത്താക്കുക, അത് സ്വന്തമാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ ഒരു വേ ഓഫ് ലൈഫാണ്. അത് വരുമ്പോഴാണ് കഥയ്ക്ക് മൊത്തം ഒരു കുലുക്കവും ഇളക്കവും മൊത്തം വന്നൊരു ടെർമോയിലും ഒക്കെ വരുന്നതും എല്ലാം വന്നിട്ടൊരു. പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു ആക്ഷൻ സിനിമയിൽ ഉണ്ടാകുന്ന വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ക്യാരക്ടറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേദയുടെ സ്ക്രിപ്റ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും, ജോണിയുടെ ക്യാരക്ടറാണെങ്കിലും അശോകൻ്റെ ക്യാരക്ടറാണെങ്കിലും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. സാധാരണ സിനിമയിൽ ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കണ്ടിരിക്കുന്നത്, ഒന്നുകിൽ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് സ്ത്രീ മുഖേനമായിരിക്കും, അതല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും. ഈ സിനിമയിൽ നമ്മൾ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിലാണ് സാറിന് പോകുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്തെ സംബന്ധിച്ചതൊന്നുമല്ല. ഇതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കേക്ക് ആണ് ബേസ്. ആ കേക്കിൽ കൂടിയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അശോകന്റെ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ശരിക്കും കഥ പറഞ്ഞപ്പോഴുണ്ടായിരുന്നു. കഥ പറഞ്ഞപ്പോഴും ഇങ്ങനെയാണ് കോസ്റ്റ്യൂംസ്. അതാ പറഞ്ഞു, ആദ്യം അതിനൊരു എന്താണ് ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നോക്കി വന്നിട്ട് ഷൂട്ടിംഗ് പടയായിരുന്നു ഇങ്ങനെ. ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അസോസിയേറ്റ് ഡയറക്ടർ, മേക്കപ്പ് മാന്, കോസ്റ്റ്യൂമർ, പിന്നെ കുറെ ഓഡിയൻസ് ഉണ്ട്. ഞാൻ പേടിച്ചു പോയി. ബോധം കിട്ടുകൊണ്ട് വെള്ളമൊക്കെ തെളിച്ച് നമ്മളെ പിന്നെ എഴുതിപ്പിച്ചു. പിന്നെ അല്ല, അങ്ങനെ അവിടെ ചെന്ന് കുറെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, മേക്കോറും കാര്യങ്ങളും നോക്കി, അങ്ങനത്തെ കോസ്റ്റ്യൂമും ഒക്കെ. ഈ ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഹലോയിലൊക്കെ ഞാൻ കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ കുറെ കൺവിൻസ് ചെയ്തിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് റിലീസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കേട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ വേറെ കഥാപാത്രങ്ങളിലൊക്കെ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ചെയ്യില്ല എന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമില്ല. അതിനകത്ത് ഒരു സീനാണ്. ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞു, ഈ ഒരു സീൻ കൊണ്ട് എന്ത് ചെയ്യാനാണ് ആലോചിച്ചു. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ സിനിമ ഭയങ്കര ബിസി ആയിട്ടൊന്നും ആയിരുന്നില്ല. ആ ഒരു സീൻ ചെയ്യുമ്പം എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെയൊക്കെ വന്നത് പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിൽ ധരിച്ചു. പിന്നെ അത് ആലോചിച്ചപ്പോൾ, പിന്നെ അത് മാത്രമല്ല, അത് റാഫി മക്കാട്ടിൻ്റെ സിനിമയാണല്ലോ.
ഇവരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ വിളിക്കുന്നത്? കാരണം ഇവർ ഹരിഹർനാർ പോലെ എനിക്കറിയാം. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പ്രയോജനം തോന്നുന്ന ഒരു ക്യാരക്ടർ വിളിക്കണ്ടേ എന്നുള്ള ആ ഒരു വിഷമവും ഒരു ഇഷ്ടക്കുറവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ റാഫി തന്നെ പിന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ അത് ആ സിനിമ വരുമ്പോൾ അതിൻ്റെ ഒരു മൈലേജ് അറിയാൻ പറ്റും എന്നുള്ള പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യമില്ലാതെ ഇരിക്കില്ല. അങ്ങനെയാണ് ചെയ്തത്. അവർ പറഞ്ഞോട് സംഭവിച്ചത്. അത് സന്തോഷമായി. പിന്നെ ഒരു സീന പിന്നെ കാര്യമുണ്ട്, ഒരു സീന വെക്കുമ്പോൾ കാശും കിട്ടത്തില്ലല്ലോ. ഒറ്റ സീൻ അല്ല, ഇത് കെ സ്റ്റോറിയുള്ള ഒരു കേന്ദ്ര കഥാപാത്രമൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഈ വേദൊക്കെ ഇങ്ങനെ ഇവരൊക്കെ സെറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ടെൻഷൻ ഉണ്ട് ആസ് എ റൈറ്റർ. എങ്ങനെ ഒരു സീനൊക്കെ ഇവരോട് ജസ്റ്റ് ആസ് എ റൈറ്റർ എന്നല്ല, ആസ് അഭിനയിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ കൂടെ അഭിനയിക്കാന്നുണ്ട്. ആസ് എ റൈറ്റർ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് ആ ഒരു ക്യാരക്ടർ ഒരു നന്നായി ചെയ്യും എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ. റൈറ്റർ വൈസ് എനിക്ക് ടെൻഷൻ ഇല്ല. ഇപ്പോൾ ബിഫോർ യു കൺക്ലൂഡ്, ഇപ്പോഴും ഭയങ്കര സച്ചിൻ ഫാനാണ്? ശരി. ഞാനോ? തീർച്ചയായും ഇപ്പോഴും സച്ചിൻ ഫാനായിട്ടുള്ളവരിൽ ഒരിക്കലും മാറില്ലല്ലോ. എന്നും സച്ചിൻ ഫാൻ തന്നെ ആയിരിക്കും. സഞ്ജു സാംസൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. സച്ചിന് ശേഷം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റുകളി വീണ്ടും കാണാൻ തുടങ്ങിയത് സഞ്ജു വന്നതിന് ശേഷം. ശരിക്കും ആ ദൈവം നമ്മോട് കൂടെ ഒന്ന് വിളിച്ചു പറയാനുള്ള കാരണം എന്തായിരുന്നു? കാരണം സച്ചിന്റെ റിട്ടയർമെന്റിനോട് അടുത്തുള്ള ഇന്നിങ്സ് അത്. എനിക്ക് അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ആണെന്ന് തോന്നുന്നു. ഞാന് ബൈബിളിലൊരു വചനമുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു വചനമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനോരമ വിളിച്ചിട്ട് എനിക്ക് ഒരു ഇതുണ്ട് എന്നാ, അപ്പോൾ സച്ചിൻ 72 നോട്ട് ഔട്ടാവും, ഇന്ത്യ നോക്കാൻ പോവാം. അപ്പോൾ സച്ചിൻ നോട്ട് ഔട്ട് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു, ഡോണ്ട് വറി ഇന്ത്യ, ദൈവം നമ്മോട് കൂടെ എന്ന്. സച്ചിൻ മനസ്സിലായില്ലേ? അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ആരാധനയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. സച്ചിനെ ഇഷ്ടപ്പെടാതെ എന്തായി പറയണേ? നമ്മൾ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ കലാം സാറിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ സച്ചിൻ. നിങ്ങൾക്കുണ്ടോ ക്രിക്കറ്റ് ക്രേസ്? ക്രിക്കറ്റ് ക്രേസ് ഉണ്ടോ? ഞാൻ ബേസിക്കലി ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. ഞാൻ പൂനെ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, അത്ലറ്റിക് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. പക്ഷെ ക്രിക്കറ്റിലേക്ക് എൻ്റെ ഫിസിക്കൽ ഡയറക്ടർ പല പ്രാവശ്യം പറഞ്ഞു, നീ ക്രിക്കറ്റ് കളിക്കുക, ഇതൊക്കെ വിട് അതിലേക്ക്. പക്ഷെ അന്ന് അത് തോന്നില്ല. അത് തോന്നിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് പോയാൽ. ഫിസിക്കൽ ഡയറക്ടർ എൻ്റെ പുറകെ നടന്നാണ്, നീ വോളിബോൾ വിട്, അത്ലറ്റിക്സ് വിട്. അശോകൻ ഒരു പടത്തിൽ ക്രിക്കറ്ററായിട്ട് മെയ് മാസം പുലരിയിൽ അതിനകത്ത് ഇന്റർവ്യൂവിൽ എങ്ങനെ ഇപ്പോൾ തോന്നുന്നു, നാളെ കഴിഞ്ഞാണ് ആദ്യത്തെ മാച്ച് ഗവാസ്കറുമായുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അതിലാണ് എൻ്റെ ഒരു ക്രിക്കറ്റിൻ്റെ സകല ഏറ്റവും കാര്യങ്ങളും എനിക്കറിയാൻ വയ്യ. ഒരക്ഷരമേ കുറിച്ച്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോയി. പിന്നെ ഗവാസ്കർക്ക് നമ്മുടെ സ്വന്തം ആളെ പോലെ പറഞ്ഞൊക്കെ. ശരിക്കും അത് കണ്ടിട്ടാണ് കരിങ്കുന്ന് വെച്ചത് കുറച്ചുകൂടെ എളുപ്പമായി വോളിബോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും. ഞാൻ ടീം ക്യാപ്റ്റനാണ്. പിന്നെ പൂനെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് അല്ല യൂണിവേഴ്സിറ്റിയുടെയും മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെയും ക്യാപ്റ്റനായിരുന്നു. പക്ഷേ അവിടെ കളിയറിയാവുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നെ കളിപ്പിച്ചില്ല. അവസാനം ക്ലൈമാക്സിൽ ഞാൻ വന്ന് കളിച്ച് ജയിക്കുന്നതായിരുന്നു. പിന്നെ അത് മാറി സ്ക്രിപ്റ്റൊക്കെ കളിപ്പിച്ചില്ല, പക്ഷെ കളിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേക്ക് സ്റ്റോറി പറഞ്ഞ പോലെ April 19 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. കരിയറിൽ നല്ലൊരു വിജയമാകട്ടെ കേക്ക് സ്റ്റോറീസിലൂടെ ലഭിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.